ദോശയ്ക്കുള്ള മാവ് പൊളിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് വെള്ളം കൂടെ, ഇതിൻ്റെ വെള്ളം കൂടെ ചേർക്കുക. നല്ല കഴുകി വെച്ചാൽ മിക്സിയിലൊക്കെ. ദോശമാവ് റെഡി. ദോശ ഇടാം. ഇതിന് വേണ്ടിയിട്ട് ഒരു ചമ്മന്തി അരിക്കാം. പഴുത്ത കാന്താരി ഉണ്ട്, അത് ഉപയോഗിച്ച് തേങ്ങയിട്ട് ചമ്മന്തി അരിക്കാം. ഈ പൂമീന് ഉപ്പും മഞ്ഞളും മുളകൊക്കെ തിരുമ്മി വെച്ചേക്കുന്ന ഫിഷ് കറി പൗഡറൊക്കെ ചേർത്ത് ഈ തേങ്ങയും മുളകും കൂടി അരച്ച് കറി വെക്കാൻ. ഇന്നത്തെ കറികൾക്ക് വേണ്ട മുളക് ഉള്ളിയൊക്കെ. ഇത് ചമ്മന്തി മീൻകറിക്ക് ഉപയോഗിക്കാം. ഇത് മീൻകറിക്കുള്ളത്, ഇത് അച്ചിങ്ങ തോരനുള്ളത്, ഇത് ചമ്മന്തിക്ക് കടുകറക്കാണ്. ഉള്ളി, കറിവേപ്പില ഇതെല്ലാം അരിഞ്ഞ് അരച്ചോണ്ട് വരാം. മീൻ കറിക്കും ചമ്മന്തിക്കുമുള്ള തേങ്ങ, ചമ്മന്തിക്കും മീനുമുള്ള അരപ്പ് റെഡി. തേങ്ങയും മുളക് ഉപ്പും ചേർത്ത് അരച്ച് വെച്ചു. മീൻ കറിക്ക് ചേർക്കാനുള്ള ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പിലേക്ക് കടുക് വറുക്കാൻ, ചമ്മന്തിക്ക് കടുക് വറുക്കാൻ. കുറച്ച് മാവെടുത്ത ഇഡ്ഡലി ഉണ്ടാക്കി. 9 ഇഡ്ഡലി ഉണ്ടാക്കി. ചമ്മന്തി വെള്ളം ചേർത്ത് ചൂടായിക്കണം. ചമ്മന്തി ചൂടായി. തീ എടുത്ത അതിലേക്കുള്ള ഉലുവ, കടുവ പൊട്ടിച്ചു. സബോള, ഇഞ്ചി, ഉരുളി, കറിവേപ്പില, സബോള മൂത്ത് തുടങ്ങി. പുളിയും വെള്ളം ചേർക്കാം. പുളിയും വെള്ളം ചേർത്ത് അടച്ചു. കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി ചേർത്ത് കാശ്മീരി എരിവുള്ളത് മീനിട്ട് കഴിക്കാം. പൂമീൻ കറി. മീൻ തിളച്ചു. കുറച്ച് ചെറുതിരിയിൽ മൂടി വെച്ചു. മീൻ തിളച്ചു. ഇനി അരപ്പ് ചേർക്കാം. തേങ്ങ അരച്ചത്, തേങ്ങയും കാന്താരിമുളകും അരച്ച് ചേർത്തു. തോണ്ടിയിടാം. ഇങ്ങനെ തോരൻ വെക്കാം. ചെറുതായിട്ട് അരിഞ്ഞു. തേങ്ങ രണ്ട് വെച്ചു. ഉള്ളി, മുളക്, കറിവേപ്പില അരിഞ്ഞു വെച്ചു. എന്നിട്ട് അരിഞ്ഞാക്കാം. മണി നോക്കിയിട്ട് പയർ ഇട്ട് കുറച്ച് വെച്ച് വീഴുന്നു. അച്ചിങ്ങ, അച്ചിങ്ങ വെള്ളം ഒഴിച്ച് മൂന്ന് വെച്ച് വേവിച്ചു. ഇടയ്ക്ക് അച്ചിങ്ങ ഇളക്കിയിരുന്നു. തേങ്ങ ചേർത്ത് ഇളക്കണം. അച്ചിങ്ങ തോരൻ റെഡിയായി. വെള്ളത്തിയായി.
വിശുദ്ധ കുർബാനയിൽ ആരാധനാ സന്യാസി സമൂഹത്തിന്റെ സ്ഥാപകനായ ധന്യന്മാർ തോമസ് കുര്യാടശ്ശേരി ഇന്ത്യൻ വിഭാഗത്തിൽ സഹസ്ഥാപകയായ ശാന്താളമ്മ എന്ന് ഞങ്ങൾ വിളിക്കും. ഞങ്ങളുടെ ആദ്യത്തെ അമ്മ. വിശുദ്ധ കുർബാനയുടെ സ്ത്രീയാണ് പരിശുദ്ധ അമ്മ. കാരണം യേശുവിനെ ഹൃദയത്തിലും ഉദരത്തിലും ശരീരത്തിലും ആത്മാവിലുമൊക്കെ ആദ്യമായി വഹിച്ച സത്കാരിയാണ് പരിശുദ്ധ അമ്മ. അതുകൊണ്ട് ഞങ്ങളുടെ പിതാവ് വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിന് മുമ്പ് നീലകൾ ഇവിടെ ചാട്ടം മുട്ടുകുത്തുന്ന ആ നീലകൾ മുട്ടുകുത്തി ഒരു വിശുദ്ധ ജപമാല വിശുദ്ധ ബലി അർപ്പിക്കുന്നതിന് മുമ്പ് വിശുദ്ധ ബലി അർപ്പണത്തിന് ശേഷം ഹൃദയത്തിനായിട്ട് ഒരു ജപമാല വഴി നീലകൾ മുട്ടുകുത്തി അർപ്പിക്കുന്നു. അതാണ് ഞങ്ങളുടെ സഭാസ്ഥാപകനായ വന്യപിതാവ്. വന്യപിതാവ് അവസാനം റോമിലേക്ക് പോകുന്നതിന് മുമ്പ് അന്നുണ്ടായിരുന്ന ഞങ്ങളുടെ അമ്മയിലേക്ക് വിളിച്ചു കൂട്ടി പറഞ്ഞു, ഇതാണ് നിങ്ങളുടെ ദാരിദ്ര്യത്തിനും സമ്പത്തിലും എല്ലാ കാര്യത്തിലും ഈ അമ്മയുടെ അടുത്ത് നിങ്ങൾ പറഞ്ഞു. അത് പറഞ്ഞു പോയി തിരിച്ചു വന്നില്ല. അങ്ങനെ പരിശുദ്ധ അമ്മയുടെ പ്രത്യേക പ്രതിഷ്ഠിതമായിരിക്കുന്നതാണ് ഞങ്ങൾ വിശുദ്ധ കുർബാനയിലെ ആരാധന സന്യാസി സമൂഹമാണത്. ഇപ്പോൾ ഞങ്ങളുടെ ശാന്താളമ്മ 1883 ജനിച്ചത്. 1880 ആ കാലഘട്ടത്തില് ഏറ്റവും ആദ്യമായിട്ട് വായിച്ച പുസ്തകം പരിശുദ്ധ ദൈവമാതാവിന്റെ വ്യാകുല പ്രസംഗങ്ങളായ പുസ്തകം നമ്മളെ വായിച്ചു. അപ്പോ അമ്മ ശാന്താളമ്മ പറയുന്നത് എന്റെ അനുദിന ജീവിതത്തിലെ ഭക്ഷണമാണ് ജപമാല, എന്റെ ആയുധമാണ്, എന്റെ ആഭരണമാണ്. അപ്പൊ നമ്മൾ ഓരോരുത്തർ മനസ്സിലും ശരീരത്തിലും ഒക്കെ ജപമാല കൊണ്ട് നടക്കും. അതുകൊണ്ട് ഈ ജപമാല കൈകളും ശരീരത്തിലും കഴുത്തിലും ഒക്കെ ധരിക്കുമ്പോൾ ജപമാല അവർക്ക് ചുരുവിടാനുള്ള ഒരു ദിവ്യമായ ശക്തിയും പ്രേരണയും ഈ കൂട്ടായ്മയ്ക്ക് ഞങ്ങളുടെ സഭാസ്ഥാപകനായ വന്യപിതാവ് തോമസ് കുര്യാടശ്ശേരിയുടെ സഹസ്ഥാപകയായ ദൈവദാസി ഫ്രാൻസിസ് അനുഗ്രഹത്തോടെ നമ്മൾ ഓരോരുത്തരെയും പരിശുദ്ധ അമ്മയിലേക്ക് ആനയിക്കാനുള്ള അവർ സ്വർഗത്തിൽ നിന്ന് തന്മാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കൂട്ടായ്മയ്ക്ക് ഏറ്റവും ആത്മീയ സാന്നിധ്യം പകരുന്ന ഞങ്ങളുടെ വികാരിയച്ഛന് തോമസ് പരിഹാരന് ആരാധന സമൂഹത്തിന്റെ നന്ദി. ഈ കാലഘട്ടത്തിന്റെ വെല്ലുവിളിയായിട്ട് പരിശുദ്ധ ജപമാല എടുക്കണമെന്ന് നമ്മുടെ കൊച്ചച്ഛൻ നമ്മളെ ഉദ്ബോധിപ്പിച്ചു. ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ വെല്ലുവിളികളെ ഏറ്റെടുക്കാൻ നമ്മുടെ പരിശുദ്ധ പിതാക്കന്മാരോട് നമ്മളോട് ആവശ്യപ്പെടാറുണ്ട്. ഇതിനെ വചനബന്ധിയായിട്ട് നമുക്കറിയാം, ജപമാല എന്ന് പറയുന്നത് വചനധ്യാനമാണ്. ആ വചനധ്യാനത്തിലൂടെ തന്നെ ഇന്ന് സന്ദേശമേകിയ കൊച്ചച്ഛൻ പിന്നെ ഇത് നിങ്ങളുടെ വീടാണ്. ഈ ജപമാലയുടെ ഒക്ടോബർ 31 തന്നെ പരിശുദ്ധ അമ്മയുടെ കൂടെ ഈ സമൂഹത്തിലായിരിക്കാൻ, ഈ കുടുംബത്തിലായിരിക്കാനായിട്ട് ഇവിടെ വരാനും പരിശുദ്ധ ജപമാല അർപ്പിക്കാനും ചെറുതാണെങ്കിലും ഒരു ജപമാല പ്രദർശനത്തിൽ പങ്കുചേരാനും അതിനേക്കാൾ ഒക്കെ ഉപരിയായി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം തരാനുള്ള നിങ്ങളുടെ നല്ല മനസ്സിൽ അതിനുവേണ്ടി നിങ്ങൾ ചെലവഴിച്ച സമയത്ത് ഞാൻ ആഗ്രഹമാണ് അമ്മയാകുന്ന വിശുദ്ധ ഗ്രന്ഥം വായിക്കണമെങ്കിൽ മനസ്സിൽ നന്മയുള്ള മക്കളത്തെ മതി. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കാൻ പരിശുദ്ധ അമ്മയോട് ആ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഒത്തിരി പാഠങ്ങളുണ്ട്. ആ പാഠങ്ങളൊക്കെ അച്ഛൻ പറഞ്ഞു, എല്ലാം പറഞ്ഞത് വളരെയേറെ പാഠങ്ങൾ അച്ഛൻ പറയുന്നുണ്ട്. അതൊക്കെ ഉൾക്കൊള്ളാൻ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കാൻ നിങ്ങൾ കാണിച്ച നല്ല മനസ്സിന്, നിങ്ങളുടെ മനസ്സിലുള്ള നന്മയായ പാപത്തിന് നിങ്ങളുടെ കാണിച്ച മനസ്സിന് ഒത്തിരി നന്ദി. സ്നേഹത്തോടെ
ഇനിയും ഇതുപോലെയുള്ള ജപമാല കൂട്ടായ്മകളും ദിവ്യകാലത്തെ കൂട്ടായ്മകളും ഉണ്ടാകട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. പപ്പായയിലേക്ക് അരപ്പും വെള്ളം ചേർത്തു. ഇനി ചൂടായി കഴിയുമ്പം മോരൊഴിക്കും. കറിയിലേക്ക് മോര് ചേർക്കണം. ഉള്ളിയും കൂടെ വറുത്ത് മൂപ്പിച്ചിട്ട് ഇതിൽ പപ്പായ മോര് കറി ഇടുക.